ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു പ്രതാപ് ജെറ്റ്. യൂണിബൂം എന്ന് പറയുന്ന ഒരു ചെറിയ ബ്ലൂടൂത്ത് സ്പീക്കറിനെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇത്തിരി സറൗണ്ടിങ് അല്ലെങ്കിൽ സ്റ്റീരിയോ സൗണ്ടിലൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് പാട്ട് കേൾക്കാൻ കഴിയുന്ന ഒരു ഗംഭീര സെറ്റപ്പാണ് ഈ ഒരു സ്പീക്കർ. എന്താണെന്ന് 1 by 1 ആയിട്ട് പറയാം. യൂണിജൻ ഓഡിയോയുടെ പ്രൊഡക്റ്റുകൾ ഇതിന് മുൻപ് നമ്മൾ റിവ്യൂ ചെയ്തിട്ടുണ്ട്. എന്തായാലും ആ കൂട്ടത്തിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് യൂണിബൂം എന്ന് പറയുന്ന ഈ ഒരു സ്പീക്കർ. ഈ ഒരു സ്പീക്കറിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ നമുക്കിതിൻ്റെ ബോക്സ് ഇവിടെ കാണാം. ഒരു നോർമൽ ആയിട്ടുള്ള ബോക്സ് തന്നെ. ഇതിന് കുറച്ച് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു USB കേബിൾ, സ്പീക്കർ, യൂസർ മാനുവൽ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇതിനൊപ്പം വരുന്നത്. ഇത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്പീക്കറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ ഒരു ഡിസൈൻ. റിയർ ഡിസൈനൊക്കെ നിങ്ങൾക്ക് കാണാം. ഫ്രണ്ടും ഒരു നോർമൽ ആയിട്ടുള്ള ഒരു സ്പീക്കറിൻ്റെ ഡിസൈൻ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാവുന്ന പോലെ തന്നെ. നല്ലൊരു ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക് തന്നെയാണ്. വളരെ ചീപ്പായ ഒരു പ്ലാസ്റ്റിക് ബിൽറ്റൊന്നുമല്ല, നല്ല ക്വാളിറ്റിയുള്ള ഒരു പ്ലാസ്റ്റിക് ബിൽറ്റൊക്കെ തന്നെയാണ് ഇതിന് വരുന്നത്. ലൈറ്റ് വെയിറ്റ് ആണ്, വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. ഓവർ വെയിറ്റും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് പോക്കറ്റിലിട്ട് ക്യാരി ചെയ്തുകൊണ്ട് നടക്കാൻ വളരെ ഈസി ആയിരിക്കും. പോർട്ടുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിന് മെയിനായിട്ട് 2 പോർട്ടുകളാണ്. മൈക്രോ USB പോർട്ടും അതേപോലെ തന്നെ മെമ്മറി കാർഡിനാണുള്ള ഒരു സ്ലോട്ടും. ഈ 2 കാര്യങ്ങളാണ് നമുക്ക് ഓപ്ഷൻ ആയിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ബട്ടണുകൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പവർ ഓൺ ഓഫ് ബട്ടൺ കാണാം, പ്ലേ പൗസ് ബട്ടൺ കാണാം, വോളിയം അപ്പ് ആൻഡ് ഡൗൺ ബട്ടൺ, പ്ലേ പൗസ്, നെക്സ്റ്റ്, ബ്ലൂടൂത്ത്, പെയറിംഗ്, അൺപെയറിംഗ്, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇതിൻ്റെ കോമ്പിനേഷൻസ് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ ഇത്രയുമാണ് ഇതിൻ്റെ ഒരു ഓവർവ്യൂ എന്ന് പറയുന്നത്. ഒരു നോർമലായ നല്ലൊരു ഡിസൈൻ, ഒരു പ്രത്യേകിച്ച് എടുത്തു പറയത്തക്ക ഒരു വലിയ സംഭവങ്ങളുമില്ല, എന്നാൽ ഒട്ടും ഡള്ളമല്ല, ഒരു മീഡിയം റേഞ്ചിൽ നിൽക്കുന്ന നല്ലൊരു ഡിസൈൻ എന്ന് പറയാം. പ്രത്യേകിച്ചും ലൈറ്റ് വെയിറ്റ് ആണെന്ന് പറയുമ്പോൾ ഡിസൈനിൻ്റെ ഭാഗത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഘടകം അത് തന്നെയാണ്. ഇനി ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു സ്പീക്കറിൻ്റെ വില അത് ഞാൻ ആദ്യം തന്നെ പറയാം. 1499 രൂപയ്ക്ക് നിങ്ങൾക്ക് ആമസോണിൽ നിന്ന് വാങ്ങിക്കാം. അപ്പോൾ 1500 രൂപയുടെ സ്പീക്കറാണ്. അപ്പോൾ ഈ ഒരു സ്പീക്കറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു പ്രൈസിന് ഈ ഒരു സ്പീക്കർ ഒരു അടിപൊളി ഓപ്ഷനാണ്. കാരണം അതിൻ്റെ സൗണ്ട് അത്രയും നല്ല രീതിയിൽ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. ഞാനിത് വെച്ചുകൊണ്ട് ലാപ്പിൽ നിന്നും ഡെസ്ക്ടോപ്പിൽ നിന്ന് കേബിൾ വഴി കണക്ട് ചെയ്തു, ലാപ്പിൽ നിന്ന് ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്തു, ഫോണിൽ നിന്നും കണക്ട് ചെയ്തുകൊണ്ട് പല രീതിയിൽ ഞാൻ സിനിമകളും പാട്ടുകളും ഒക്കെ പ്ലേ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഇത് ഉപയോഗിച്ചുകൊണ്ടാണ് സിനിമയൊക്കെ വീട്ടിൽ കാണുന്നത്. നല്ല ലൗഡസ്റ്റ് ആയ ഒരു സൗണ്ട് ക്വാളിറ്റി നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. ക്വാളിറ്റിയിൽ ഒരു ഡിസ്ട്രോഷനും ഇല്ല. 100% വെച്ചാൽ ആവശ്യത്തിൽ കൂടുതൽ സൗണ്ടായി. നമുക്കൊരു റൂമിനകത്തൊക്കെ ഫുള്ളായിട്ടും കിട്ടുന്നതിന് ആവശ്യത്തിനേക്കാൾ കൂടിയൊരു സൗണ്ട് വരും. സോ ഫുള്ളായിട്ട് സൗണ്ട് വെക്കേണ്ട ആവശ്യം തന്നെ ഇല്ല. ഒരു 70-80 വെച്ചാൽ തന്നെ സഫീഷ്യൻ്റ് ആണ്. സൗണ്ടിൻ്റെ കാര്യത്തിൽ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് സാറ്റിസ്ഫൈഡ് ആണ്. ഞാൻ മാത്രമല്ല, എൻ്റെ വീട്ടിൽ എല്ലാവരും തന്നെ സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ നല്ല സൗണ്ട് ക്വാളിറ്റി ഉണ്ട്, നല്ല ലൗഡ്നെസ്സും ഈ സ്പീക്കറിനുണ്ട്. ഒപ്പം തന്നെ അത്യാവശ്യം നല്ലൊരു ബേസ് ലെവലിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ സൗണ്ട് ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല. ബെസ്റ്റ് ഓപ്ഷനാണ്. കണക്ടിവിറ്റി ബ്ലൂടൂത്ത് 5 ആണ്. അപ്പോൾ അത്യാവശ്യം നല്ല ഒരു റേഞ്ച്, ഒരു റൂമിൽ നിന്ന് തൊട്ടടുത്ത റൂമിലേക്ക് വരെ നമുക്ക് ധൈര്യമായിട്ട് കൊണ്ടുപോയി അവിടെ വെക്കാം. ഒരു ഇഷ്യൂ ഇല്ല, നല്ല രീതിയിൽ പ്ലേ ആവും. ബ്ലൂടൂത്ത് 5 ആണ്. അപ്പോൾ കണക്ടിവിറ്റിയിൽ ഇഷ്യൂ ഇല്ല. അത്യാവശ്യം നല്ലൊരു റേഞ്ചും ഉണ്ട്. സുഖമായിട്ട് നമുക്ക് തൊട്ടടുത്ത റൂമിലേക്ക് കൊണ്ടുപോയി വെച്ചുകൊണ്ട് നമുക്കൊരു പാട്ടോ കാര്യങ്ങളൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇനി അടുത്തൊരു കാര്യം, ഇതിന് അകത്ത് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സംഭവം എന്ന് പറയുന്നത്, അവർ നമുക്കിതിൻ്റെ ഒരു പീസല്ല 2 പീസാണ് അയച്ചു വന്നിരിക്കുന്നത്. അതിൻ്റെ കാരണം നമുക്കിത് സ്റ്റീരിയോ ലെവലിൽ സെറ്റ് ചെയ്യാം. അതായത് ഇപ്പോൾ നമ്മൾ ഫോണിൽ ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്ത് പാട്ട് കേൾക്കുന്നു. ഒരെണ്ണത്തിൽ നമുക്ക് നോർമലായിട്ട് കേൾക്കാം, നല്ല സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്, സഫീഷ്യൻ്റ് ആണ്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സിംഗിൾ സ്പീക്കറിന് തന്നെ ബാധകമാണ്. ഇനി ഇതിനകത്ത് 2 സ്പീക്കറിൻ്റെ ആവശ്യകത. നമ്മൾ 2 എണ്ണം വാങ്ങിക്കുകയാണെങ്കിൽ നമ്മുടെ ഫോൺ നടുവിൽ വെക്കുന്നു, ഇത് തമ്മിൽ പെയർ ചെയ്തതിന് ശേഷം ഫോണിലേക്ക് കണക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ 2 സൈഡിലായിട്ട് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ഒരു സ്റ്റീരിയോ സൗണ്ടിൽ തന്നെ നമുക്ക് 2 സൈഡിൽ നിന്നുള്ള സൗണ്ടുകൾ വേറെ വേറെ കൃത്യമായിട്ട് നല്ല സ്റ്റീരിയോ സൗണ്ടിൽ നമുക്ക് സിനിമ കാണാൻ വേണ്ടി സാധിക്കും. ഈ അടുത്ത കുറച്ച് ദിവസങ്ങളിൽ ഞാൻ ലാപ്പിലും ഫോണിലൊക്കെ സിനിമ കാണുമ്പോൾ ഈ ഒരു സ്റ്റീരിയോ സെറ്റപ്പിൽ സെറ്റ് ചെയ്തുകൊണ്ടാണ് സിനിമ കണ്ടത്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പം നല്ലൊരു സ്റ്റീരിയോ സൗണ്ട് എക്സ്പീരിയൻസിന് വേണ്ടി നിങ്ങൾക്ക് ഇതിൻ്റെ 2 യൂണിറ്റ് വാങ്ങിക്കാം. പക്ഷേ ഒരെണ്ണത്തിന് 1500 ആണ്. അങ്ങനെ നോക്കുമ്പോൾ 3000 രൂപ വരും. അങ്ങനെ എന്തെങ്കിലും വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരു നല്ല സ്റ്റീരിയോ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഇതിനകത്ത് കിട്ടും. ഇനി ഇതിൻ്റെ ബാറ്ററി ലൈഫ് നോക്കിയാൽ ഒരു 3-4 മണിക്കൂർ, ഞാൻ ഈ പറഞ്ഞ 80 ആ ഒരു 100 ലെവലിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരു 3-4 മണിക്കൂറൊക്കെ ബാറ്ററി ലൈഫ് പ്രതീക്ഷിച്ചാൽ മതി. പക്ഷേ നിങ്ങൾ സൗണ്ട് കുറച്ച് വെക്കുകയാണെങ്കിൽ ഇതിനേക്കാൾ നല്ല ബാറ്ററി ലൈഫ് ഈ ഒരു സ്പീക്കറുകൾ നിങ്ങൾക്ക് തരും. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ മിക്കവാറും റൂമിലോ എല്ലാവരും ഫാമിലി ആയിട്ടിരുന്ന സിനിമ കാണുന്നതുകൊണ്ട് എനിക്ക് നല്ല ഫുൾ സൗണ്ട് അല്ല, ഒരു 80% സൗണ്ട് എന്തായാലും വെക്കേണ്ട ആവശ്യമുണ്ട്. അങ്ങനെ വെക്കുമ്പോൾ ഒരു 3-4 മണിക്കൂറൊക്കെയാണ് ബാറ്ററി ലൈഫ് കിട്ടുന്നത്. ഇനി ഇതിൻ്റെ ബാക്കിയുള്ള 1-2 ഘടകങ്ങൾ നോക്കിയാൽ ഇതിൻ്റെ റിയർ സൈഡ് നമുക്ക് പ്ലാസ്റ്റിക് ബെൽറ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അത് തന്നെ ഇത്തിരി മാഗ്നറ്റിക് അബ്സോർപ്ഷൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഏതെങ്കിലും ഒരു ഇരുമ്പ് പ്രതലം ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അത് അറ്റാച്ച് ആയിരുന്നോളും. വൈബ്രേറ്റ് ചെയ്ത് താഴേക്ക് പോകുന്ന ഒരു അവസ്ഥയൊന്നും ഉണ്ടാവില്ല. സ്ട്രോങ് ആയിട്ട് അവിടെ അറ്റാച്ച് ചെയ്ത് വെക്കാം. അങ്ങനെയുള്ള ഒരു ഫീച്ചറും ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ അത്യാവശ്യമൊക്കെ ഒന്ന് വെള്ളമായാലും പെട്ടെന്ന് വെള്ളം കയറി നശിക്കില്ല. IP6 നമുക്ക് വാട്ടർ റെസിസ്റ്റൻസ് സംവിധാനമൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. അടുത്തൊരു കാര്യം, ഇതിനകത്ത് കോളും കാര്യങ്ങളൊക്കെ എടുക്കാൻ സാധിക്കും. നിങ്ങൾക്ക് കോൾ വരുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ പ്ലേ പൗസ് ബട്ടണിൽ ഒരു സിംഗിൾ ടാപ്പ് ചെയ്തുകൊണ്ട് കോൾ അറ്റൻഡ് ചെയ്യാം, സംസാരിക്കാം. പക്ഷേ സ്പീക്കർ അകത്തി വെച്ചുകൊണ്ട് ഒരു മീഡിയം റേഞ്ചിലൊക്കെ അകത്തി വെച്ചുകൊണ്ട് സംസാരിച്ചാൽ അത്ര നല്ലൊരു ക്വാളിറ്റി നമുക്ക് മൈക്രോഫോണിന് കിട്ടില്ല. അതായത് മറ്റേ സൈഡിൽ നിൽക്കുന്ന ആൾക്ക് നമ്മൾ പറയുന്നത് അത്ര ക്ലിയർ ആയിട്ട് കേട്ടെന്ന് വരില്ല. അടുത്ത് പിടിച്ചിട്ടൊക്കെ നമ്മൾ സംസാരിക്കേണ്ടി വരും. അപ്പോൾ ആ ഒരു മൈക്രോഫോണിൻ്റെ പെർഫോമൻസ് അത്ര ഇമ്പ്രസീവ് ആയിട്ട് തോന്നിയില്ല. പക്ഷേ ഇങ്ങോട്ട് പറയുന്ന കാര്യങ്ങൾ നല്ല ക്ലീൻ ആയിട്ട് കേൾക്കാം, അതിന് യാതൊരു പ്രശ്നമില്ല.
പക്ഷേ നമ്മൾ സ്പീക്കർ മെയിനായിട്ടും കോളിന് വേണ്ടി ഒന്നും എടുക്കുക, അതുകൊണ്ട് തന്നെ അതൊരു വലിയ നെഗറ്റീവായിട്ട് നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ആ ഒരു ഫംഗ്ഷനും ഇതിനകത്ത് അവൈലബിൾ ആണ്. സിരി, ഗൂഗിൾ അസിസ്റ്റന്റ് പോലുള്ള സംവിധാനങ്ങളൊക്കെ നമുക്ക് ഇതിലൂടെ ആക്ടിവേറ്റ് ചെയ്യാനും യൂസ് ചെയ്യാനും സാധിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു നോർമൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നോർമലായിട്ട് ഇറങ്ങുന്ന ഒരു ബ്ലൂടൂത്ത് സ്പീക്കറിന് വേണ്ടുന്ന എല്ലാ ഫീച്ചറുകളും ഇതിനകത്ത് വരുന്നുണ്ട്. എസ്പെഷ്യലി അതിൻ്റെ സൗണ്ട് ക്വാളിറ്റി, പ്രത്യേകിച്ചും ഈ സ്റ്റീരിയോ സൗണ്ടൊക്കെ സെറ്റ് ചെയ്യാൻ കഴിയുന്ന സംവിധാനം എല്ലാം കൂടി നോക്കുമ്പോൾ ഈ ഒരു പ്രൈസിന് ഒരു ഇമ്പ്രസീവായ നല്ല ഒരു സെറ്റപ്പ് ആയിട്ടാണ് ഈ ഒരു സ്പീക്കറിനെ കുറിച്ച് എൻ്റെ ഒരു എക്സ്പീരിയൻസ്. പിന്നെ ഇതിൻ്റെ ബേസ് അത്യാവശ്യം നല്ലൊരു ബേസും കാര്യങ്ങളുണ്ട്. ഒരു ബേസ് ഇല്ലാത്ത ഒരു ഫ്ലാറ്റായ സൗണ്ടൊന്നുമല്ല. പാട്ടുകൾ കേൾക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ചെറിയൊരു ബേസ് ലെവൽ നമുക്ക് ഫീൽ ചെയ്യുന്ന തരത്തിൽ നല്ലൊരു ബേസോട് കൂടിയിട്ടുള്ള ഒരു സെറ്റപ്പാണ് ഈ ഒരു സ്പീക്കറിനുള്ളത്. അപ്പോൾ ബേസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കും ഈ ഒരു സ്പീക്കർ ഓക്കെയാണ്. എന്ന് വെച്ചാൽ ഹെവി ബേസ് അല്ല ഉദ്ദേശിക്കുന്നത്. ഈ ഒരു സ്പീക്കർ ഓൾറെഡി കോമ്പാക്റ്റ് ആണ്. ഈ ഒരു ചെറിയ എൻ്റെ കയ്യിലുള്ളിൽ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം അതിൻ്റെ ഒരു വലിപ്പം ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് ആ ഒരു റേഞ്ചിൽ നിന്ന് കിട്ടാവുന്ന ഒരു ബേസ്, അത് ഓവർ ആവാതെ, സൗണ്ട് ഡിസ്റ്റോർട്ട് ആവാതെ ഒരു നല്ല രീതിയിലുള്ള മീഡിയം ബേസും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കിട്ടും. സോ ഓവറോൾ ഇതിൻ്റെ സൗണ്ട് അടിപൊളിയാണ്. സോ ഓവറോൾ നമ്മൾ ഫൈനലായിട്ട് ഈ ഒരു പ്രൊഡക്റ്റ് 1500 കൊടുത്ത് എടുക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഒരു മിസ്റ്റേക്കും പറ്റാനില്ല. ലൈറ്റ് വെയിറ്റ് ആയി നല്ല ബിൽറ്റ് ക്വാളിറ്റിയുള്ള, അതിൻ്റെ ഒപ്പം നല്ല ബ്ലൂടൂത്ത് റേഞ്ചും നല്ല കണക്ടിവിറ്റിയും, അതിൻ്റെ ഒപ്പം നല്ല സൗണ്ട് ക്വാളിറ്റി, രണ്ടെണ്ണമാക്കിയാണെങ്കിൽ നല്ല സ്റ്റീരിയോ സൗണ്ട് എക്സ്പീരിയൻസും കിട്ടും. ഓവറോൾ ക്വാളിറ്റി ഉള്ള ഒരു നല്ല ബാറ്ററി ലൈഫൊക്കെ ഉള്ള നല്ലൊരു സ്പീക്കർ. ആ ഒരു വിലയ്ക്ക് ഇത് പുറത്താണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ഷെയർ ചെയ്യാം. ഇതിൻ്റെ ഒരു ചെറിയ സൗണ്ട് ക്വാളിറ്റിയുടെ സാമ്പിൾ പലരും അത് നമ്മൾ സ്പീക്കറുകളിൽ റിവ്യൂ ചെയ്യുമ്പോൾ സൗണ്ട് ക്വാളിറ്റി കേൾപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് പ്ലേ ചെയ്ത് കേൾപ്പിക്കാറില്ല. പല സുഹൃത്തുക്കളോ ഒന്ന് കേൾപ്പിക്കണമെന്ന് പറയാറുണ്ട്. പക്ഷേ ആ കേൾപ്പിക്കുമ്പോൾ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒറിജിനൽ സൗണ്ട് അല്ല നിങ്ങൾ കേൾക്കുക. ഇപ്പം എൻ്റെ ബോയ BYM എന്ന് പറയുന്ന ഒരു മൈക്ക് ഉണ്ട്. ആ മൈക്കിൻ്റെ ക്വാളിറ്റി അതിന് എത്ര കണ്ട് പുറത്തുനിന്നുള്ള സൗണ്ട് എടുക്കാൻ കഴിയുമോ ആ ക്വാളിറ്റിയെ നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുള്ളൂ. അല്ലാണ്ട് ആക്ച്വലി ഇതിൻ്റെ ഒരു ക്വാളിറ്റി എന്താണെന്നുള്ളത് കേൾക്കാൻ കഴിയില്ല. എങ്കിലും അങ്ങനെ ആവശ്യപ്പെട്ട സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് ഞാനിതൊന്ന് പ്ലേ ചെയ്ത് കേൾപ്പിക്കാം. അതിൻ്റെ ഒരു ക്വാളിറ്റി ഒന്ന് കേട്ട് നോക്കി. അപ്പോൾ അത്രയുമാണ് ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. എന്നെ സംബന്ധിച്ച് ഇമ്പ്രസീവായ ഒരു പ്രൊഡക്റ്റാണ്. ഇത് പർച്ചേസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള പർച്ചേസ് ലിങ്കും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ വില 1499 രൂപയാണ്. യൂണിജൻ ഓഡിയോ നേരിട്ടോ അല്ലെങ്കിൽ ആമസോണിൽ നിന്നോ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. രണ്ടിലേക്കുമുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. ബൈ.